നമ്മളെല്ലാ ആൾക്കാരും ലൈഫിൽ ഒരിക്കലെങ്കിലും ബാക്ക് പെയിന് ഊരവേദന അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ബാക്ക് പെയിന് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക് തള്ളിച്ച കാരണം ഊരവേദന, ഊരയിൽ നിന്നും വേദന കാലിലേക്ക് വലിഞ്ഞു മുറുക, അതായത് വേദന കാലിലേക്ക് വ്യാപിക്കുക, കാല് തരിപ്പ്, അങ്ങനെ ബാക്ക് പെയിൻ കൊണ്ട് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ആരെങ്കിലും ഊരവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള, ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, പയ്യാനക്കൽ, കോഴിക്കോട്. മുട്ടുവേദനയെ പോലെ തന്നെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വേദനയാണ് ഊരവേദന, ഡിസ്ക് തള്ളിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വരും. എന്താണ് ഊരവേദന, എന്താണ് ഡിസ്ക് തള്ളിച്ച എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലാ ഊരവേദനയും കാരണം ഡിസ്ക് തള്ളിച്ച അല്ല. ഊരവേദനയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം. മസിൽ സ്പ്രെയിൻ ആവാം, അതായത് പേശി വലിവാകാം. നമ്മൾ പെട്ടെന്നൊരു ദിവസം വ്യായാമം ചെയ്തതോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വെയിറ്റ് എടുത്തതോ ആവാം. അതുപോലെ ജന്മനാ ഉണ്ടാകുന്ന എല്ലിനുണ്ടാകുന്ന വൈകല്യങ്ങളാവാം, വാദസംബന്ധമായ നീരിറക്കങ്ങളാവാം. അതുപോലെ തന്നെ വയറിലുള്ള പല പ്രശ്നങ്ങളും റെഫേർഡ് പെയിൻ ആയിട്ട്, അതായത് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഊരയിൽ വേദന വരാം, യൂട്രസിൽ മുഴ ഉണ്ടെങ്കിൽ ഊരയിൽ വേദന വരാം, മെൻസസുമായി ബന്ധപ്പെട്ട് ഊരയിൽ വേദന വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഊരക്ക് വേദന വരാം. അതിലൊരു കാരണമാണ് ഡിസ്ക് തള്ളിച്ച. ഡിസ്ക് തള്ളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഇടയിലുള്ള ഒരു റബ്ബർ പോലത്തെ, ഒരു കുഷ്യൻ പോലത്തെ ഒരു ഭാഗമാണ് ഈ ഡിസ്ക്. ഈ ഡിസ്ക് പല കാരണങ്ങൾ കൊണ്ട്, നമ്മൾ കുറേ നേരം ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ പോസ്ചർ കാരണം, നമ്മൾ പെട്ടെന്ന് വെയിറ്റ് എടുത്താൽ, പല കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് തള്ളി വരും. പുറത്തേക്ക് തള്ളി വരുന്നത് കൊണ്ട് മാത്രം, ഡിസ്ക് തള്ളിച്ച ഉള്ളത് കൊണ്ട് മാത്രം വേദന ഉണ്ടാവണമെന്നില്ല. പുറത്തേക്ക് തള്ളി വരുമ്പോൾ അതിന് ചുറ്റിലും നീരിറക്കവും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് വേദന വരുന്നത്. ഈ തള്ളിയ ഡിസ്ക് കാലിലേക്കുള്ള ഞരമ്പിനെ പോയിട്ട് അമർത്തുമ്പോൾ, കംപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാലിലേക്ക് വേദനയും തരിപ്പും ബലക്കുറവും അനുഭവപ്പെടുന്നത്. അത് ഡിസ്ക് തള്ളിച്ച. ഊരവേദനയ്ക്ക് നമ്മൾ പറഞ്ഞു പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമാണ് ഡിസ്ക് തള്ളിച്ച. അപ്പം ആകെ കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ 70% മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് ഊരവേദന വരുന്നത്. എന്നാൽ ഊരവേദനയുടെ കൂടെ കാലിലേക്ക് തരിപ്പ്, വേദന കാലിലേക്ക് വ്യാപിക്കുക, കാലിൽ ബലക്കുറവൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഡിസ്ക് തള്ളിച്ച കാരണമുള്ള ഊരവേദനയായിരിക്കും. എപ്പോഴാണ് നമ്മുടെ ബാക്ക് പെയിൻ നമ്മൾ കാര്യമാക്കേണ്ടത്, ഡോക്ടറെ കാണിക്കേണ്ടത്? നമുക്കൊരു ദിവസം ഊരവേദന അനുഭവപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് നമുക്ക് ഊരവേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് വേദനയ്ക്ക് പുരട്ടുന്ന മരുന്നുകൾ പുരട്ടി, അല്ലെങ്കിൽ വേദനയുടെ മരുന്ന് വീട്ടിലുണ്ടെങ്കിൽ അത് കഴിച്ചാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് മിക്കവാറും ആ വേദന മാറും. എന്നാൽ വേദന കാരണം നമുക്ക് ഇളകാൻ പറ്റുന്നില്ല, ദിവസം തോറും വേദന കൂടുകയാണ്, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വേദന നമ്മുടെ മലമൂത്ര വിസർജനത്തെ ബാധിക്കുന്നുണ്ട്, കാലിലേക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്, മറ്റ് ലക്ഷണങ്ങൾ വേദനയുടെ കൂടെ കാണുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ ഊരവേദന ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരുപാട് ഹെവി വർക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നല്ല ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ആളുകളിലല്ല, മറിച്ച് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന, കൂടുതൽ നേരം ഡ്രൈവ് ചെയ്യുന്ന, കമ്പ്യൂട്ടറിന് മുമ്പിൽ കൂടുതൽ ഇരിക്കുന്ന, ഇങ്ങനെ നമ്മുടെ സെഡൻഡറി ആയിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് ജോലി എടുക്കുന്ന ആൾക്കാർ, ഇവരിലാണ് ഊരവേദന കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഊരവേദനയുടെ പ്രധാനപ്പെട്ട ഒരു ഹേതു നമ്മുടെ ബാക്ക് മസിൽസ്, അതായത് നമ്മുടെ നട്ടെല്ലിന് ചുറ്റിലും നട്ടെല്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മസിൽസ് വീക്കാവുമ്പോൾ ഈ നട്ടെല്ലിലേക്കുള്ള ഭാരം കൂടുകയും ഈ ഡിസ്ക് തള്ളിച്ചയും അതുപോലെ തന്നെ മസിൽ സ്പ്രെയിൻ വരാനുള്ള സാധ്യത കൂടുകയും, അങ്ങനെ ഫിസിക്കലി ഇനാക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ ഊരവേദന, ഡിസ്ക് തള്ളിച്ച കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എല്ലാ ആളുകളുടെയും ഒരു സംശയമാണ് ഊരവേദന ഉള്ള ആൾക്കാർ കൂടുതൽ കാലം റെസ്റ്റ് എടുക്കണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഊരവേദന പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കും, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കൂടുതൽ കാലം റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ഊരയുടെ ചുറ്റിലുള്ള, നമ്മുടെ ബാക്കിന് ചുറ്റിലുള്ള മസിൽസ് കൂടുതൽ വീക്കാവാനും നമുക്ക് പിന്നീട് ഈ ഡിസ്ക് തള്ളിച്ചയും അതുപോലെ തന്നെ ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരാൻ സാധ്യത കൂട്ടുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു വേദനയുടെ പീക്ക് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഫിസിക്കലി ആക്റ്റീവ് ആകണം. ഗ്രാജ്വലി എക്സസൈസ് എടുത്തിട്ട് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ് വേണ്ടത്. നമ്മൾ ഫിസിക്കലി ഇനാക്റ്റീവായിട്ട് കൂടുതൽ കാലം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക് മസിൽസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും, ഊരവേദന കൂടുതൽ കാലം നിലനിൽക്കാൻ കാരണമാകുകയും ചെയ്യും. അതുപോലെ ഒരു സംശയമാണ് ഊരവേദന ഉള്ള ആൾക്കാർ ബെൽറ്റ് ഇടുന്നത് നല്ലതാണോ എന്ന്.
അപ്പോൾ നമുക്ക് നല്ല വേദന ഉള്ള സമയത്ത് ഡോക്ടേഴ്സ് ബെൽറ്റ് സജസ്റ്റ് ചെയ്യും. അപ്പം ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന ഒരു കുറവ് അനുഭവപ്പെടും. എന്നാൽ ഈ ബെൽറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് മസിൽസ് ചെയ്യുന്ന ജോലിയാണ് ഈ ബെൽറ്റ് ചെയ്യുന്നത്. ബാക്ക് മസിൽസ് നീരിറക്കാകാം, അല്ലെങ്കിൽ വീക്ക്നെസ് വരാം. അതുകൊണ്ട് അതിന് പകരം ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ബെൽറ്റ് ഇടുമ്പോൾ നമ്മളെ മസിൽസ് കൂടുതൽ വീക്കാവും. ഈ ഡിസ്ക് പ്രൊലാപ്സ്, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഒക്കെ പിന്നീട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാലം ബെൽറ്റ് ഇടുന്നത് ഒരിക്കലും ബാക്ക് പെയിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. പിന്നെ വളരെ പ്രായം കൂടിയ ആളുകളിലൊക്കെ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ ബെൽറ്റ് ഇടാൻ പറയും. ഊരവേദന ഉള്ള ആളുകൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഡിസ്ക് തള്ളിച്ച അല്ലെങ്കിൽ ബാക്ക് പെയിന് വരുന്നത് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, കൂടുതൽ നേരം ഡ്രൈവ് ചെയ്യുന്ന ആൾ, ഇവർക്കൊക്കെയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും കൂടുതൽ നേരം ഇരിക്കാൻ പാടില്ല. ഒരു 20 മിനിറ്റ് ഇരുന്നാൽ ഒന്ന് എണീറ്റ് ഒന്ന് നടന്നു വരിക, ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തുക. ഇനി ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തിട്ട് നമ്മുടെ ബാക്ക് മസിൽസ്, ലോവർ ബാക്ക് മസിൽസ് ഒക്കെ ടോണായിട്ട് സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീനിലാണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന വസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നടു നിവർത്തിയിരിക്കുക, മുന്നോട്ടേക്ക് കുനിഞ്ഞിരിക്കരുത്. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഐസൈറ്റിനെ കണ്ണിൻ്റെ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരിക. അതുപോലെ നമ്മൾ എർഗോണമിക്കലി ഡിസൈൻ ചെയ്ത വളരെ കംഫർട്ടായിട്ടുള്ള ചെയറിലാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അതുപോലെ കൂടുതൽ കുഷ്യൻ എഫക്റ്റ് ഉള്ള ഒരു സീറ്റിൽ, അതായത് നമ്മൾ ഇരുന്നാൽ അമർന്നു പോകുന്ന സീറ്റിൽ ഇരിക്കുന്നത് ഊരവേദന ഉള്ള ആൾക്കാർക്ക് നല്ലതല്ല. അതുപോലെ തന്നെ ഊരവേദന വരാതിരിക്കാനും അത്ര കുഷ്യൻ ഇല്ലാത്തൊരു സീറ്റിലിരിക്കുന്നതാണ് നല്ലത്. ഇരിക്കുമ്പോൾ നമ്മുടെ പിറകിൽ, അതായത് ലോവർ ബാക്കിൽ ഒരു സപ്പോർട്ട് വെക്കുന്നത് നല്ലതാണ്. അതിന് ലംബാർ പില്ലോയോ അല്ലെങ്കിൽ ഒരു ടവലിൽ ചുരുട്ടിയിട്ട് ബാക്കിൽ വെക്കുന്നതോ നല്ലതാണ്. നമ്മൾ ഇരിക്കുമ്പോൾ കാല് രണ്ടും നിലത്ത് പതിയണം. കാല് തൂക്കിയിടാനോ കാല് ക്രോസ് ചെയ്യാനോ പാടില്ല. കാല് രണ്ടും നിലത്ത് പതിപ്പിച്ചിരിക്കണം. ഇനി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അതിന് പറ്റൂലെങ്കിൽ നമ്മളൊരു ഫൂട്ട് റെസ്റ്റ് നമ്മുടെ ഇരിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് കാല് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടും കാലിൻ്റെ തൈഭാഗവും തൊടഭാഗവും ഒരു 90 ഡിഗ്രിയിൽ വരുന്നതാണ് നല്ലത്. അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ബാക്ക് പെയിനെ ഡിസ്ക് തള്ളിച്ച് കൂടുതൽ വേഴ്സാക്കും. അതുകൊണ്ട് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യാൻ പാടില്ല. ഇനി നിന്നാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടേബിളിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് ജോലി ചെയ്യുന്ന രൂപത്തിൽ ക്രമീകരിക്കണം. നമ്മുടെ ടേബിളിൻ്റെ അടുത്തേക്ക് നമ്മൾ നിൽക്കണം. കൂടുതൽ നേരം കുനിയാൻ പാടില്ല. കൂടുതൽ കുനിയാത്ത രൂപത്തിൽ ടേബിളിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഒരു കാലിലേക്കായിരിക്കും വെയിറ്റ് കൊടുക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കാല് കയറ്റി വെച്ചിട്ട് നമ്മൾ നിൽക്കുക. കുറച്ച് കഴിഞ്ഞാൽ കാല് മാറ്റിയിട്ട് മറ്റേ കാല് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അങ്ങനെ ആകുമ്പോൾ 2 കാലിലേക്കും ഒരേപോലെ വെയിറ്റ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇരിക്കണം. അതുപോലെ ഊരവേദന ഉള്ള ആൾ എങ്ങനെയാണ് വെയിറ്റ് എടുക്കേണ്ടത്? നമുക്ക് നല്ല ഊരവേദന ഉണ്ട്, നമുക്ക് ഡിസ്ക് തള്ളിച്ചുണ്ടെങ്കിൽ നമ്മൾ വലിയ വെയിറ്റ് എടുക്കുന്ന ജോലികൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വെയിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരെ നിന്നുകൊണ്ട് കുനിഞ്ഞ് വെയിറ്റ് എടുക്കാൻ പാടില്ല. പകരം നമ്മൾ വെയിറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ നിൽക്കുക. എന്നിട്ട് കുനിഞ്ഞ് വെയിറ്റ് എടുക്കാതെ മുട്ട് മടക്കി ഊര നിവർത്തിക്കൊണ്ടാണ് നമ്മൾ വെയിറ്റ് എടുക്കേണ്ടത്. അല്ലാതെ നേരെ കുനിഞ്ഞ് വെയിറ്റ് എടുക്കാൻ പാടില്ല. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തോ പെട്ടെന്നൊരു ചെറിയ സാധനം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ക് തള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ കുനിയുമ്പോഴും നമ്മൾ നമ്മളെ ബാക്കിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. നമ്മൾ നേരെ കുനിയാൻ പാടില്ല. മുട്ട് മടക്കി ഊര നിവർത്തി വേണം ആ സാധനം താഴ്ത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വേദന ഉള്ള സമയത്ത് മാത്രമേ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. പിന്നീട് വ്യായാമം ചെയ്ത് കോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്ത് നമ്മൾ മസിൽസിൻ്റെ ടോണ് വർദ്ധിപ്പിക്കണം. നമ്മുടെ ബാക്ക് പെയിൻ കുറച്ച് കൊണ്ടുവരാൻ എക്സസൈസ് നമ്മളെ സഹായിക്കും. അതുപോലെ ബാക്ക് പെയിന് സ്ഥിരമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് കിടക്കേണ്ടതെന്നാണ്. അത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കാലിൻ്റെ മുട്ട് മടക്കി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കാലിൻ്റെ ഇടയിൽ ഒരു തലയണ വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ കിടക്കാൻ പറ്റൂ എന്നുള്ളതാണെങ്കിൽ ഇതുപോലെ കിടക്കണം. അപ്പം ബാക്ക് പെയിനുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കൂടുതലായിട്ട് വരുന്നത് സെഡൻഡറി ആയിട്ട്, അതായത് വ്യായാമം കുറഞ്ഞ ആളുകൾക്കാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടുതൽ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.